ആലപ്പുഴയിൽ ബിജെപിയെ പിന്തുണയ്ക്കുമെന്ന സൂചനയാണ് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി നൽകുന്നത്. ശക്തമായ ത്രികോണ മത്സരമാണ് ആലപ്പുഴയിൽ ഉള്ളത്. യുഡിഎഫിന്റെ കൂടുതൽ വോട്ട് ശോഭാ സുരേന്ദ്രന് ഇത്തവണ ലഭിക്കും. ശോഭാ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥിയാണ്. പ്രചാരണ രംഗത്ത് അവർ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. താനുമായുള്ള ബന്ധം പറഞ്ഞാൽ ശോഭയ്ക്ക് ഗുണം ചെയ്യുമെന്നും ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറയുകയാണ്. വളരെ വാശിയായ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരു മുന്നണിയും ഇന്നത് കിട്ടും എന്ന് അല്ലെങ്കിൽ ഇന്നത് മേടിക്കുമെന്ന് പരസ്യമായി നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത് ഗംഭീരമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. വളരെ ശക്തമായ മത്സരത്തിൽ നമുക്കൊരു പ്രവചിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ആലപ്പുഴ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. ഇപ്പോൾ BJP പ്രവർത്തനം വല്ല ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരുപാട് അടിച്ചു കയറി മുമ്പോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുന്നെല്ലാം നമ്മളെല്ലാം പറഞ്ഞയച്ച ഒരാളുണ്ടല്ലോ ഇപ്പോൾ ആരിഫല്ല, അദ്ദേഹത്തെ കെ സി വേണുഗോപാൽ വളരെ നാളുകൾക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ വന്നത്. അദ്ദേഹത്തിന് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ വേരുകളുണ്ട്, നല്ല വേരുകളുണ്ട്. ഇവിടുന്ന് പോയെങ്കിൽ തന്നെ ആ വേരുകളൊന്നും നശിക്കാതെയും ചെയ്യാതെയും ചതയാതെ അതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. വേണുഗോപാലിൻ്റെ വരവും കോൺഗ്രസിനകത്ത് മറ്റാരേക്കാൾ നിർത്തുന്നതിനേക്കാളും വലിയ ഉണർവുണ്ടായിട്ടുണ്ട്. നേരത്തെ നിന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നമുക്കറിയാം. അവരെല്ലാം നിൽക്കുന്നതിനേക്കാൾ വലിയ ഉണർവ് വേണുഗോപാൽ കൂടെ വന്നപ്പോൾ ഉണ്ടാക്കാൻ വേണുഗോപാൽ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സെൻട്രലിലെ സ്വാധീനങ്ങളും പ്രാദേശികമായ ആ സെൻട്രലുള്ള ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശികമായ ആലപ്പുഴയിലുള്ള എല്ലാ നേതാക്കന്മാരും സഹകരിച്ചും ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് സ്ഥാനാർത്ഥികൾക്ക് ആരിഫാണെങ്കിലും വളരെ നാളെ അരൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രാവശ്യം ജയിച്ചു. അതിനുശേഷം പാർലമെന്റിലേക്ക് നിന്നപ്പോൾ കേരളത്തിൽ നിന്ന് ജയിച്ച ഏക ഒരാളാണ് ഇടതുപക്ഷത്തിൻ്റെ ആരിഫ്. നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. എന്നത്തേക്കാളും വളരെ ശക്തമായി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അഹമികയായി ഇന്ന് ഞാൻ മുമ്പേ എന്ന നിലയിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാശിയേറിയ ഒരു മണ്ഡലമായി ഇന്ന് ആലപ്പുഴ മാറി. പണ്ട് UDF-ഉം LDF-ഉം ശക്തമായി നിന്നെങ്കിൽ ഇന്ന് അതിനിടയ്ക്കൊരാൾ കൂടി കടന്നു കയറിയിട്ടുണ്ട്, ഒരു സ്ത്രീ കൂടെ കടന്നു കയറിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. നല്ലൊരു ത്രികോണ മത്സരം. ഈ ത്രികോണ മത്സരം ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് അതുപോലെയുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടുകളിൽ കുറേ ഭാഗങ്ങളെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രന് പോവുകയല്ലേ. ശോഭാ സുരേന്ദ്രന് കിട്ടുന്ന വോട്ടിൽ മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് കുറച്ച് കാണുമായിരിക്കാം. പക്ഷേ UDF-ൽ നിന്നും കൂടുതൽ ശോഭാ സുരേന്ദ്രന് കിട്ടും. പക്ഷെ ഇവർ തമ്മിലുള്ളൊരു വലിയൊരു മത്സരം വരുമ്പോൾ ആര് എങ്ങനെ ജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആലപ്പുഴ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം SNDP പിന്തുണയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുമ്പോൾ അങ്ങയുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിന്റെ പുറത്താണ് താൻ വേട്ടയാടപ്പെടുന്നതെന്നൊക്കെയുള്ള ആരോപണമൊക്കെ പറഞ്ഞു. SNDPയുടെ പിന്തുണയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ടതാണ്. പലരും ആചാര്യാണെന്നൊക്കെ പറയാനുണ്ട്. ആചാര്യൊന്നുമല്ല, ശോഭ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ടതാണ്. എനിക്കാണെങ്കിൽ 10-20 കൊല്ലമായിട്ട് നല്ലപോലെ അറിയാം. ശോഭ നല്ല ഒരു സംഘാടകയാണ്, നല്ല പ്രാസംഗികയാണ്. അപ്പോൾ ഞാനുമായിട്ടുള്ള ബന്ധം കൊണ്ട് പലരും എതിർക്കുന്നുവെങ്കിൽ അത് ശോഭയ്ക്ക് തീരെ ഗുണം ചെയ്യുകയല്ല, ദോഷം ചെയ്യല്ല. കാരണം എൻ്റെ പേര് പറഞ്ഞ് ശോഭയ്ക്ക് എവിടെയെങ്കിലും ചെന്നാൽ ആട്ടി ഓടിക്കുക. അങ്ങനെ ഒരു ദുഷ്ടത്തരം അല്ലെങ്കിൽ വഞ്ചനയും അല്ലെങ്കിൽ നന്ദികളും ഞാനിവിടെയുള്ള ജനങ്ങളോട് ആരോടും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ശോഭയ്ക്ക് എൻ്റെ പേര് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഗുണം കിട്ടിയില്ലെങ്കിലും ദോഷമൊന്നും വരാൻ പോകുന്നില്ല. എന്തായാലും ആലപ്പുഴയിൽ അതിശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണയുള്ളത് എന്നുകൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പതിവിൽ നിന്ന് വിരുദ്ധമായി, അതായത് ഇടതു വലതു മുന്നണികൾ മാത്രമല്ല, ഇത്തവണ ശോഭാ സുരേന്ദ്രനും അതിശക്തയായ സ്ഥാനാർത്ഥിയാണ്. ശോഭാ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥിയാണ് എന്നുകൂടിയാണ് ഇത്തവണ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ശരണി